മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം തമിഴ്നാട് ചർച്ചകൾ പ്രഹസനമായിരുന്നുവെന്ന് തെളിയുന്നു. പ്രകോപനവുമായി വീണ്ടും തമിഴ്നാട് രംഗത്തെത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 ആക്കുമെന്ന് തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി ഐ പെരിയസ്വാമി. തമിഴ്നാടിന്റെ ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കില്ല. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ തമിഴ്നാടിന് അവകാശമുണ്ടെന്നും പെരിയസ്വാമി പറഞ്ഞു. വൈക്കം സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയനെ ഇക്കാര്യം തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അറിയിച്ചിരുന്നുവെന്നും പെരിയസ്വാമി പ്രതികരിച്ചു. முல்லை பெரியாறில் நாம் பணிகள் மேற்கொள்வதற்கு நமக்கு உரிமை இருக்கிறது. தமிழக அரசுக்கு உரிமை இருக்கிறது. அந்த உரிமையை பெற்று தந்த அரசு முத்தமிழறிஞர் கலைஞருடைய அரசு. இப்போ அவங்க ஏதோ வாய்மொழியா சொன்னாங்க. கலெக்டர் கூட அதுக்காக வேண்டிய ஏற்பாடுலாம் பண்ணி எதிர்கட்சிகள் கூட சொன்னாங்க. வைக்கம் விழாவுக்கு போறார் முதலமைச்சர், அதை பேச வேண்டும் என்று கோரிக்கை வைத்தார்கள். இப்ப அனுமதி வழங்கிட்டாங்க, அடுத்த நாளே வழங்கிட்டாங்க. அதுல எந்த பிரச்சனையும் இல்லையே. நம்ம பாதுகாப்பா வச்சுக்கலாம் பெரியார. நமக்கு முழு சட்ட பாதுகாப்பு இருக்குது. அரசாங்கம் அதை விட பாதுகாப்பா இருக்கு. அதை விட பாதுகாப்பு முதலமைச்சர் இருக்கிறார், முதலமைச்சர் தளபதி இருக்கிறார். கவலையே இல்லை. ஒரு தூசியை கூட நம்ம விட்டு கொடுக்க மாட்டோம். இதுல அதாவது கூட்டணி என்பது வேறு, கூட்டணி என்பது வேறு, அரசு என்பது வேறு. இது தமிழ்நாட்டினுடைய ஜீவாதார உரிமை. தென் மாவட்ட மக்களுடைய உரிமையை ஒரு துளி அளவு கூட எங்களுடைய முதல்வர் தளபதியார் விட்டு கொடுக்க மாட்டார். വിവരങ്ങളുമായി സുബിൻ കെ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, നമുക്കറിയാം ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തമിഴ്നാടും കേരളവുമായി അത്രത്തോളം വലിയ ബന്ധമുണ്ടെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി തമിഴ്നാട് മന്ത്രി രംഗത്തെത്തുന്നത്. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒന്ന്, വൈക്കം സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇക്കാര്യം തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അറിയിച്ചിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിലൂടെ തന്നെ ചില കാര്യങ്ങൾ വ്യക്തമല്ലേ? കാരണം ഈ വ്യാജ പ്രചരണങ്ങൾക്ക് മുഖ്യമന്ത്രി കൂടി കുടപിടിക്കുന്നു എന്ന സാഹചര്യം തന്നെയാണ് ഇതിലൂടെ തെളിഞ്ഞ് വരുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും പ്രകോപനവുമായി തമിഴ്നാട് രംഗത്തെത്തിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 ആകുമെന്ന് തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി ഐ പെരിയസ്വാമി അറിയിച്ചിരിക്കുന്നു. തമിഴ്നാടിന്റെ ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സുബിൻ കെ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, നമുക്കറിയാം ഈ വ്യാജ പ്രചരണങ്ങൾ ഇത്രത്തോളം പരക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ തമിഴ്നാടും കേരളവും തമ്മിൽ വളരെ വലിയ ബന്ധമാണ്, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും തമിഴ്നാട് അംഗീകരിച്ചു എന്നിങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നിലനിൽക്കവെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി തമിഴ്നാട് മന്ത്രി രംഗത്തെത്തുന്നത്. മാത്രമല്ല, ഈ വിഷയം എം.കെ. സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ? നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. തമിഴ്നാട് ഗ്രാമവികസന തദ്ദേശ മന്ത്രി ഐ പെരിയസ്വാമിയാണ് ഈ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കും. തമിഴ്നാടിന്റെ ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കില്ല. ഇക്കാര്യങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വൈക്കം സമ്മേളനത്തിൽ വെച്ചാണ് പിണറായി വിജയൻ സ്റ്റാലിനുമായി ഇക്കാര്യം ചർച്ച ചെയ്തതും സംസാരിച്ചതും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ജലനിരപ്പ് 150 അടിയാക്കും, കൂടാതെ ഈ ഡാം ഉൾപ്പെടുന്ന പ്രദേശം അത് കേരളത്തിന് വിട്ടു നൽകില്ല എന്നുള്ളൊരു കാര്യമാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിച്ച് അതിന്റെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പെരിയസ്വാമി പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ തമിഴ്നാടിനാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള അവകാശം എല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ തമിഴ്നാടിനാണുള്ളത്. അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കേരളത്തിന് യാതൊരുവിധ അവകാശവുമില്ല. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് തമിഴ്നാടിന്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇതിലേക്ക് നയിച്ചൊരു സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ മുല്ലപ്പെരിയാറിലേക്ക് കടത്താനുള്ള, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം തമിഴ്നാട് നടത്തുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അത് കേരളത്തിനെ പ്രതിനിധി അറിയിക്കണമെന്നുള്ള ഒരു നിബന്ധന നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ നിബന്ധന പാലിക്കാതെയാണ്, അല്ലെങ്കിൽ കേരളത്തെ അറിയിക്കാതെയാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി നിർമ്മാണ സാമഗ്രികൾ അവിടെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് അവിടെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി കൊണ്ടുപോവുക ഈ മുല്ലപ്പെരിയാർ ഡാമിലേക്ക്. അവിടെ എത്തുമ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥർ അത് തടയുകയും അത് വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ മാധ്യമങ്ങൾ ഈ ഒരു ചോദ്യം ഈ പെരിയസ്വാമിയോട് ചോദിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച് ഈ കാര്യത്തിലെല്ലാം തന്നെ അനുകൂലമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു നിലപാട്, തമിഴ്നാടിന് അനുകൂലമായ ഒരു
നിലപാട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ അവിടെ നടത്താനാകുമെന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ഇരട്ടത്താപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളം എപ്പോഴും വാദിക്കുന്നത് ഒരു പുതിയ ഡാം അവിടെ നിർമ്മിക്കണം എന്നുള്ളൊരു കാര്യമാണ് കേരളം ആവശ്യപ്പെടുന്നത്. പക്ഷേ അവിടെ ഡാം ബലപ്പെടുത്തുന്നതിലൂടെ ഈ ഡാമിന്റെ ബലക്ഷയം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ബലക്ഷയം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ തമിഴ്നാടിന് സാധിക്കും. അതിനു വേണ്ട ഒരു ഒത്താശ കേരള സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ നിർമ്മാണ സാമഗ്രികളുമായി തമിഴ്നാടിന്റെ വാഹനങ്ങൾ മുല്ലപ്പെരിയാറിലേക്ക് കടന്നുപോയാൽ ഇത്തരത്തിലുള്ള ഈ ഒരു വസ്തുത സാധൂകരിക്കുന്ന ഒരു നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇത്തരത്തിൽ ഈ ഒരു സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ശരി സുബിൻ.